ഹാഡിയേഴ്സ് കിസാറ്റിൻ്റെ PGയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പുതിയൊരു അലോട്ട്മെൻറ്റ് വന്നേക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഫീസ് കൂടുതൽ അടയ്ക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അത് ഫോളോ ചെയ്യുക കേട്ടോ. അതേസമയം നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ 1ഉം 2ഉം അലോട്ട്മെൻറ്റ് കിട്ടിയവരെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും വിളിച്ചിട്ടുണ്ട് കേട്ടോ. PG പ്രോഗ്രാംസിൻ്റെയും LLM അതുപോലെ തന്നെ 3 ഇയർ LLB പ്രോഗ്രാംസിൻ്റെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ചെല്ലാനായിട്ട് പറഞ്ഞേക്കണത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണവർ നിങ്ങൾ ഫീസ് അടയ്ക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക കേട്ടോ. പറഞ്ഞിരിക്കുന്ന ആ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ 2 കാര്യങ്ങളും ചെയ്യണം. എന്താണ്? അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണവർ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളോട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ അവിടെ പറയുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ അടയ്ക്കാനുള്ള കോഴ്സിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളത് അത് നിങ്ങൾക്ക് ഓൺലൈൻ അടയ്ക്കാൻ പറ്റും. പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റിന് മുമ്പ് നിങ്ങൾ ഫീസും അടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോകും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കണതിന് താഴെയുള്ളത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഇനി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് മുകളിലുള്ളതിനെ പരിഗണിക്കുക. ഇനി നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക, ചിലപ്പോൾ ഇനി റിയൽ ടൈം അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ സ്പോട്ടാണോ അല്ലെങ്കിൽ പുതിയൊരു അലോട്ട്മെൻറ്റ് ഉണ്ടോ. PGക്കൊക്കെ ഏകദേശം സീറ്റുകൾ ഇനി ഒരുപാട് ബാക്കി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇനി CUETയുടെ അലോട്ട്മെൻറ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റുകളൊക്കെ അനുസരിച്ചിട്ട് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം. ചിലപ്പോൾ മൂന്നാമത്തെ ഒരു അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കില്ല, ചിലപ്പോൾ ഒരു റിയൽ ടൈം അലോട്ട്മെൻറ്റ് എന്നോ അങ്ങനെ ഒരു രീതിയിൽ ചിലപ്പോൾ ഒരു അലോട്ട്മെൻറ്റും കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാം. എന്തായാലും നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. വേക്കൻസി അനുസരിച്ചിട്ട് ആണ് ഇനി അലോട്ട്മെൻറ്റുകളൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമുക്ക് 25/6/2025 അത് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മെയിലൊക്കെ വന്നിട്ടുണ്ടാവും അതിനോടനുബന്ധിച്ചിട്ടുള്ള, സോ അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവർ, നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഫീസ് അടച്ചാലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ കിസാറ്റ് വെരിഫൈ അല്ലെങ്കിൽ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ ഉറപ്പാവുന്നത്. സോ എല്ലാത്തിൻ്റെയും ഒറിജിനലും 2 ഫോട്ടോ കോപ്പീസും നിങ്ങൾ ഹാജരാക്കുക. 2-3 ഫോട്ടോ കയ്യിൽ, ചിലപ്പോൾ ഇത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ തിരിച്ചു തരും ഈ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ അത് അവിടെ കീപ്പ് ചെയ്യും കേട്ടോ. ഈ വർഷം തിരിച്ച് ചില സർട്ടിഫിക്കറ്റുകൾ ചില ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് കൊടുക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് SSLCയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 12th ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ, ആ ഒരു ഇപ്പോൾ കയ്യിലുള്ള സ്കൂളിൽ നിന്ന് കിട്ടിയ കോളേജിൽ നിന്ന് കിട്ടിയേക്കണ ആ ഒരു സർട്ടിഫിക്കറ്റ് ആയാലും മതി. പിന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഹാജരാക്കുക. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് നാഷണാലിറ്റി, അത് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ ലാസ്റ്റ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഇതിൻ്റെ PDF ഉണ്ട്, അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് അതെല്ലാവരും കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. ഇനി TC, ലാസ്റ്റ് പഠിച്ച കോളേജിൽ നിന്നുള്ള TCയും CCയും, പിന്നെ നിങ്ങൾ ഏതെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് ഏതെങ്കിലും റിസർവേഷനിലാണെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം കേട്ടോ. SC ST SCBC OBH അല്ലെങ്കിൽ EWS ഒക്കെ ഏതാണോ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞേക്കണേ അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളത് കൊണ്ടുപോവുക. ഇനി NRI സീറ്റുകളാണെങ്കിൽ, NRI സീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണമെങ്കിൽ NRI തെളിയിക്കാനുള്ള ആ ഒരു Annex 1ൻ്റെ ഡിക്ലറേഷനും, പിന്നെ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഹാജരാക്കേണ്ടതുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോവുക. റിസർവേഷൻ പറഞ്ഞനുസരിച്ചിട്ട് കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾക്കറിയാലോ, കേരളീയൻ ആണ് എന്നുള്ളൊരു കുട്ടിക്ക് മാത്രമാണ് നമ്മളുടെ സ്റ്റേറ്റ് മെറിറ്റിലുള്ള സീറ്റിലേക്ക് അല്ലെങ്കിൽ റിസർവേഷനൊക്കെ അർഹതയുള്ളൂ. സോ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് പറയണമെങ്കിൽ അത് മതിയാവും, അതായത് കേരളത്തിൽ ജനിച്ച കുട്ടി ആണെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി പ്രൂഫോ അല്ലെങ്കിൽ വിസയുടെ പ്രൂഫോ എന്താണെങ്കിലും പാസ്പോർട്ടിൻ്റെ പ്രൂഫോ എന്തെങ്കിലും കൊടുക്കാം. ഇനി അതല്ല, നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാളെങ്കിലും കേരളത്തിൽ ജനിച്ചവരാണെങ്കിലും നിങ്ങൾ കേരളീയനായിട്ട് തന്നെ പരിഗണിക്കും. ദെൻ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഏതെങ്കിലും സർട്ടിഫിക്കറ്റും നിങ്ങൾ അദ്ദേഹം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ഫീസൊക്കെ കറക്റ്റായിട്ട് തന്നെ സമയത്ത് ഹാജരാക്കുക. പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാലാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങൾ വെബ്സൈറ്റ് ഇതുപോലെ ഇവിടെ ഡിക്ലറേഷൻ NRIയുടെ ഫസ്റ്റ് അനക്സും സെക്കൻഡ് അനക്സ്
ഇതുപോലെ നമ്മൾ നാഷണൽ ഇതെല്ലാവരും കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ലൈക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളല്ലാതെ ഇപ്പോൾ എല്ലാവരും ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. GCയും CCയും എല്ലാ കോളേജസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവണം. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ എഴുതി കൊടുത്താൽ സമ്മതിക്കാറുണ്ട്. അത് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ കോളേജസോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കാം. ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. സാധാരണ അങ്ങനെ സമ്മതിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒറിജിനലും 2 ഫോട്ടോ കോപ്പീസും നിങ്ങൾ കയ്യിൽ കരുതുക കേട്ടോ. നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്തത് മതിയാവും. ഇനി അറ്റസ്റ്റേഷൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല, കോപ്പിയുടെ കാര്യവും പറയുന്നില്ല. പക്ഷേ 2 കോപ്പീസ് നിങ്ങൾ കയ്യിൽ വച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് PGയുടെ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ടേക്ക് കെയർ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നീട് വെരിഫിക്കേഷന് 25-ാം തീയതിയാണ് വിളിച്ചേക്കണം. ആ ഒരു ടൈമിൽ ചെല്ലാന്നുള്ളതാണ് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.